ഓട്ടട ഉണ്ടാക്കുന്നതാണ് ഈ വീഡിയോ. അമ്മയൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചു പരിചയമുണ്ട്. അപ്പൊ സബിത ഹോം സയൻസ് കാര്യമാണ് അവള്. അപ്പൊ ഓട്ടടൊക്കെ എനിക്ക് ഉണ്ടാക്കാൻ അറിയാന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇത് എങ്ങനെയാ ഉണ്ടാക്കണെന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് ഇപ്പൊ കാണിച്ചു തരാം. അപ്പൊ എന്നോട് സബിത പറഞ്ഞു പോയിട്ട് നല്ല പച്ച വാഴയില കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ 2 വാഴയില മുറിക്കാൻ വന്നതാണ്. സമയം ഇരുട്ടായി തുടങ്ങി. അപ്പൊ വേണ്ട നല്ല പച്ച വാഴയില ഞാൻ 2 എണ്ണം കൂടെ മുറിച്ചെടുത്തു. ഇനിയിപ്പോൾ ഇത് കഴുകിയിട്ട് വീടിൻ്റെ അകത്ത് കൊണ്ടുപോയി കൊടുക്കണം. സബിത അവിടെ കിച്ചണിൽ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ഉണ്ടോ ഒരു 2 ഗ്ലാസ് അരിപ്പൊടി, ഒരു 250 ഗ്രാം അരിപ്പൊടി കൊണ്ടെടുത്തു. അപ്പോൾ 2 ഗ്ലാസ് പച്ചവെള്ളം വെട്ടി തിളപ്പിച്ചു. അതിൽ നിന്ന് 1 ഗ്ലാസ് ഇതിലേക്ക് ഒഴിച്ചു. 1 ഗ്ലാസ് നിങ്ങൾ ഫുള്ള് ഒഴിക്കണ്ട, നിങ്ങളുടെ അരിപ്പൊടി കുറുതാകുന്ന വരെ. അട ഉണ്ടാക്കാനൊക്കെ ഏകദേശം നിങ്ങൾക്ക് അറിയാം. അപ്പോൾ അതിനുള്ള വെള്ളം ഒഴിക്കുക കണ്ടോ. അപ്പോൾ നമ്മളുടെ അരിപ്പൊടി ഒരു പകുതി വേവിലൊക്കെ ഇങ്ങോട്ട് കിട്ടി. തിളച്ച വെള്ളമാണ് ഒഴിച്ചത്. ബാക്കി 1 ഗ്ലാസ് വെള്ളം ആ തിളച്ച വെള്ളത്തിലേക്ക് അടുപ്പിൽ സ്റ്റൗമ്മ ആദ്യം വെച്ചിട്ട് തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 3 കട്ട ശർക്കര, അതൊരു 200 ഗ്രാം ശർക്കര, അത് തിളപ്പിച്ചിട്ട് നമ്മൾ ഒരു ഫിൽറ്റർ ചെയ്തെടുക്കണം കണ്ടോ. അപ്പോൾ സ്റ്റീലിൻ്റെ അരിപ്പയാണ് അരിച്ചെടുക്കുന്നത്, പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പയാവാൻ പാടില്ല. അപ്പോൾ ചീനച്ചട്ടി അടിയിൽ തീ കൊടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചുകൊണ്ടിരിക്കണം. ഇൻഡാലിയൻ ചട്ടിയാണ്. അതിലേക്കിത് ശർക്കര പാനീയം അതവിടെ തിളച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എന്നോട് പറഞ്ഞു നല്ലൊരു പച്ച തേങ്ങ വേണം. ഏത് പൂവടയല്ല, കൊരുത്തലടയല്ല, ഇത് ഓട്ടട. അപ്പം നല്ല പച്ച തേങ്ങ പൊളിച്ചെടുക്കണം. അപ്പോൾ നമ്മളുടെ ഉണങ്ങിയ തേങ്ങ ഉണ്ട്. ഉണക്കത്തേങ്ങ ആണെങ്കിൽ നല്ലതല്ല, കാരണം അതൊക്കെ ഉണക്കത്തേങ്ങ കൂടുതൽ പാലെടുക്കാനാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വരും. അപ്പോൾ ഇതാണ് നല്ല പച്ച തേങ്ങ. അപ്പോൾ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഉണ്ട് ഇതുപോലത്തെ പച്ച തേങ്ങ പൊളിച്ച് കഴിഞ്ഞാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു കണ്ണോട്ട ഉണ്ടാക്കും. ഓട്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ നാളികേരത്തുമ്പോൾ മുച്ചക്കണ്ണെന്ന് പറയാം നാളികേരത്തിന്. അതിലൊരു കണ്ണ് മുളച്ചു വരാൻ വേണ്ടിയിട്ട് നല്ല വലുപ്പത്തിലുണ്ടായിരിക്കും. അപ്പോൾ നാളികേരം മുളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലമുണ്ട്. അവിടെ നമ്മളൊരു ഒരു ദ്വാരം ഉണ്ടാക്കിയിട്ട് അതങ്ങോട്ട് വലിച്ചു കുടിക്കും. അപ്പോൾ പണ്ടത്തെ സ്റ്റൈലാണ്. ഇത് ഉടയ്ക്കുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഓരോന്നൊക്കെ കിട്ടുന്നതൊക്കെ ഇതുപോലെ കുടിക്കും. പക്ഷേ നമ്മളിങ്ങനെ നാളികേരമൊക്കെ ഇട്ടതിന് ശേഷം ഒക്കെ വെട്ടി കളയാണ്. ഇപ്പം ഇന്ന് അതൊക്കെ ചൊറുക്കിയൊക്കെ ഉണ്ടാക്കി തുടങ്ങി. കള്ളും ചൊറുക്കെന്ന് പറയുന്നത് ഇപ്പം നാളികേരം വെള്ളമാണ്. അപ്പോൾ ഉണ്ട്. അപ്പോൾ സബിത പറഞ്ഞു എനിക്കത് കുറച്ച് താഴെ എന്നാൽ കുടിക്കട്ടെ എന്നിട്ട് അങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇതിൽ വെള്ളമില്ല, ഇനി വെട്ടിയാണെങ്കിൽ പോകുന്നില്ല. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ വായ്ക്ക് ഒരു വെട്ട് കൊടുക്കുക. അതിന് ശേഷം മാട, അതായത് വായ അല്ലാത്ത ഈ ഷാർപ്പല്ലാത്ത സൈഡ് കൊണ്ടാണ് വെട്ടി ഉടച്ചെടുക്കുക കണ്ടോ. അപ്പോൾ ഇത് മൂപ്പെത്തിയിട്ടുള്ളൂ. മൂത്ത് നന്നായിട്ട് വിളഞ്ഞിട്ടില്ല, അതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നാളികേരമുണ്ട്. അതുകൊണ്ട് ചുരണ്ടി എടുത്തിട്ട് കണ്ട നമ്മളുടെ സ്റ്റൗമ്മ അവിടെ ജഗറി, അതായത് ശർക്കര പാനീയം തിളച്ചിരിക്കണ്, അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ തീ ഓഫാക്കിയിട്ടില്ല, നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കണ്ടില്ലേ തിളച്ചുകൊണ്ടിരിക്കണം, കണ്ടില്ലേ സാധനം. അപ്പം നമ്മളുടെ വാഴയിലമ്മൽ നിന്ന് കംപ്ലീറ്റ് നാളികേരത്തിൻ്റെ ചുരണ്ടിയത് മുഴുവൻ എടുത്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം കണ്ടോ. അപ്പോൾ വെള്ളം കൂടുതലുണ്ടെങ്കിൽ ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ അല്പം വെള്ളം കൂടുതലുള്ള കാരണം തിളപ്പിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ ഇല നമ്മൾ പച്ചയ്ക്ക് തന്നെ അതിൻ്റെ നടുവിലെ പട്ട കളഞ്ഞിട്ട് അതുകൊണ്ട് എടുക്കണം. അപ്പോൾ ആൾ ഇതൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സമയമൊന്നും നഷ്ടപ്പെടാണ്ടിരിക്കാനായിട്ടാണ് ഈ ഇലകളൊക്കെ മുറിക്കലൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ നമ്മളുടെ തിളപ്പിച്ച് അരിപ്പൊടിയൊക്കെ പരത്തി കൊടുത്തുകൊണ്ടല്ലേ അതിലേക്ക് നമ്മളുടെ നല്ല ചൂടോട് കൂടിയിട്ടുള്ള തേങ്ങ വിളയിച്ചതെന്ന് പറയാം ഞങ്ങളൊക്കെ, വിളയിച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പം നല്ല ചൂടുള്ള ഇതാണ് ഇത് തേങ്ങ വിളയിച്ചത്, അത് ഇതിലേക്ക് ഇട്ടു. ഇനി അടച്ചു വെച്ചിട്ട് ഇപ്പുറത്ത് നമ്മൾ ചട്ടി ചൂടായി കൊണ്ടിരിക്കണം അവിടെ. ഏത് മണ്ണിൻ്റെ ചട്ടി.
അപ്പോൾ ചില ആൾക്കാരൊക്കെ ഇതിനെ ഓട്ടട എന്നല്ല പറയുന്നത്, പൂവട എന്നൊക്കെ പറയണതെന്ന് പറഞ്ഞു. ഞങ്ങളൊക്കെ ഇത് അപ്പോൾ ചില ആൾക്കാർ, എൻ്റെ വീട്ടിലല്ല മറ്റു ചിലരും ഇതുപോലെ നല്ല കട്ടിയിൽ ഉണ്ടാക്കും. ഈ അരിപ്പൊടി കുതിർത്തുന്നതിന് മുന്നേ ഈ ഉള്ളി, നാളികേരം ഇതൊക്കെ അരച്ചിട്ട് ഈ അരിപ്പൊടി കൂടിയിട്ട് കൂട്ടി കുഴയ്ക്കും. എന്നിട്ട് ഉള്ളിയും നാളികേരവും കൂടി കൂട്ടി കുഴച്ചിട്ട് നല്ല കട്ടിയിൽ ഓട്ടുകലത്തിൽ വെച്ചുണ്ടാക്കും. എന്നിട്ട് അപ്പോൾ കൂടുതൽ കട്ടിയുള്ളതുകൊണ്ട് വേഗം ബുദ്ധിമുട്ടാണ്. അതിന് ഓരോ ഹോളടിക്കും, ഇങ്ങനെ ഈർക്കിലോണ്ട് ഇങ്ങനെ ഇട്ട് കുത്തും. അതിനാണ് ഓട്ടട എന്ന് ചില ആൾക്കാർ പറയുന്നത്. പക്ഷേ എൻ്റെ വീട്ടിലൊക്കെ ഓട്ടട എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയും ഇപ്പോൾ എൻ്റെ ഭാര്യ സബിത ഹോം സയൻസുകാരിയാണ്, അവളുണ്ടാക്കുന്നത് ഇതാണ്. അപ്പോൾ നമ്മളുടെ ഇല ഇടുന്നതിന് മുന്നേ കുറച്ച് വെള്ളം തൂളി 1 സ്പൂൺ വെള്ളം ഒഴിച്ചു. അതിനുശേഷം ഒരു സൈഡ് വെന്തതിന് ശേഷം തുറന്ന് വീണ്ടും വെള്ളം തെളിച്ചിട്ടാണ് വയ്ക്കുന്നത്. കണ്ടോ? അപ്പോൾ 2-3 പ്രാവശ്യം പച്ചവെള്ളമാണ്, വെറുതെ പച്ചവെള്ളമാണ് തെളിക്കുന്നത്. കണ്ടോ? ഒന്നും കൂടി മറിച്ചിട്ടു. അപ്പോൾ ഇലയൊക്കെ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഇത് വെന്തു. അപ്പോൾ ഒന്ന് തുറന്നു നോക്കേണ്ട ആള്. അപ്പോൾ ഇത് വളരെ രുചികരമായിട്ടുള്ളൊരു ഭക്ഷണമാണ്. ഇതിന് സ്റ്റീമിൽ ഉണ്ടാക്കും. അത് പൂവട ഞങ്ങൾ പറയുന്നത്. സ്റ്റീമല്ല, ഇത് വെറുതെ ഓട്ടുകലം അല്ലെങ്കിൽ മണ്ണിൻ്റെ ചട്ടിയിലിട്ടാണ്. ഇതേ കണ്ട വെന്ത് അടിപൊളി സാധനമാണ്. കൊതിയായിട്ട് പാടില്ല, പെട്ടെന്ന് പണി കഴിക്കണം. അപ്പോൾ ഉണ്ടോ വേറൊരട വെച്ചു, വെള്ളം തൂളി. കണ്ടോ? വെള്ളം പാറ്റി ഒഴിക്കാന്ന് പറയും, ഒന്ന് സ്പ്രേ ചെയ്യുക. അതിന് ശേഷം മൂടി വയ്ക്കുക. ഇനി ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നല്ല ചൂടായിരിക്കും. കണ്ടോ? അപ്പോൾ ഇത് അങ്ങോട്ട് മറിച്ചിടും. കണ്ടോ? അടിവശം കരിഞ്ഞു തുടങ്ങി. അപ്പോൾ ആ സൈഡൊക്കെ വെന്തു. ഇനി വേണമെങ്കിൽ വെള്ളത്തിൻ്റെ അംശം കുറവാണെങ്കിൽ വീണ്ടും ഒന്നും കൂടി വെള്ളം തൂളി കൊടുക്കുക, സ്പ്രേ ചെയ്യുക. കേട്ടോ? അതെ സ്പ്രേ ചെയ്യുന്നത് കണ്ടോ? അപ്പോൾ 1 സ്പൂണ് വെള്ളമൊക്കെയാണ് പാടുള്ളൂ, അല്ലാണ്ട് കുറേ വെള്ളം ഒഴിക്കാൻ പാടില്ല. കൂടിയത് 1 സ്പൂണ് നമ്മളിങ്ങനെ പാറ്റി ഒഴിക്കുമ്പോൾ. അപ്പോൾ അടുത്ത അടയും റെഡിയായി. അപ്പോൾ ഒരു 3-5 അട ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്നത്തെ രാത്രി ഭക്ഷണം നമ്മളുടെ ഓട്ടടയും ചായയാണ്. അപ്പം നമ്മളൊക്കെ ഇങ്ങനെ ഭക്ഷണങ്ങളൊക്കെ എന്നും ചോറ് തന്നെ കഴിക്കരുത്, ഇതുപോലെ പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ അരിക്ക് എന്തായാലും നമ്മൾ 40 രൂപ 45 രൂപ കൊടുക്കണം. ഈ അരിപ്പൊടി ആയാലും വലിയ വ്യത്യാസമില്ല, ഒരു 5 രൂപ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഗ്യാസ് കൂടുതൽ വേണ്ട, കുറച്ച് ഗ്യാസുമ്പോൾ നമുക്ക് പണികൾ കഴിക്കാം. വെള്ളം വേണ്ട, അതിനുള്ള പല ഗുണങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെയൊക്കെ ഓട്ടടയൊക്കെ ഉണ്ടാക്കിയിട്ട് കഴിക്കുക. അല്ലാണ്ട് ചോറ് വയ്ക്കാൻ നിൽക്കണ്ട. ചോറ് വയ്ക്കണമെങ്കിൽ കേരളത്തുകാരുടെ അരി വേണമെങ്കിൽ വേണം ഒരു 45 മിനിറ്റ്. ഇത് വെറും 10 മിനിറ്റ് കൊണ്ട് പണി കഴിയും. അപ്പോൾ ഗ്യാസ് ലാഭം, പണം ലാഭം. പിന്നെ പ്രത്യേകിച്ച് വേറൊരു മറ്റൊരു ഭക്ഷണം കണ്ടോ? അപ്പോൾ കഞ്ഞി അല്ലെങ്കിൽ ചോറൊക്കെ അരിയൊക്കെ വേവിച്ച് അതിൻ്റെ വെള്ളവും കാര്യങ്ങളൊന്നും കളയണ്ട. ഇതൊക്കെ ഫ്രഷ് സാധനം കഴിക്കാം.